പതിനായിരങ്ങളെ സാക്ഷിയാക്കി തൃശൂർ പൂരത്തിന് വിളംബരമായി. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ എറണാകുളം ശിവകുമാർ നെയ്തിലക്കാവ് അമ്മയുടെ തിടമ്പേറ്റി വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുരം നട തുറന്നു. 36 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന തൃശൂർ പൂരത്തിനാണ് ഇതോടെ തുടക്കമായത്. ശരത് ഓങ്ങല്ലൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. അസിത, പൂരവിളംബരം രാവിലെ നടന്നു. നമ്മളെല്ലാവരും സാക്ഷ്യം വഹിച്ചവരാണ്. അതിനുശേഷമുള്ള 36 മണിക്കൂർ ഒരു ശരാശരി പൂരപ്രേമിയെ സംബന്ധിച്ച് അവരുടെ ആസ്വാദനത്തിന്റെ പാരമ്യത്തിലെത്തുന്ന 36 മണിക്കൂറാണ്. അതിൻ്റെ ഓരോ അണുവും ആസ്വദിക്കാനായിട്ട് നിരവധി പേരാണ് നഗരത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ വൈകിട്ട് രാത്രിയും ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പൂരത്തിന്റെ വൈബ് ആസ്വദിക്കുക എന്നൊരൊറ്റ ലക്ഷ്യവുമായിട്ടാണ് അവർ എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇന്നത്തെ ചടങ്ങ് കഴിഞ്ഞ് നാളെ കണിമംഗലം ശാസ്താവിന്റെ എഴുന്നള്ളിപ്പോട് കൂടിയാണ് പൂരച്ചടങ്ങുകൾ ആരംഭിക്കുന്നത്. അതിന് പിന്നാലെ ചെമ്പുക്കാവ് ഭഗവതിയുടെ എഴുന്നള്ളിപ്പുണ്ട്. എന്തായാലും വലിയ ആഘോഷമാണ് പൂരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ആളുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും രാവിലെ 11:00 കൂടിയിട്ട് മടത്തിൽ വരവോട് കൂടിയിട്ട് പൂരം അതിൻ്റെ ചടങ്ങുകളിലേക്ക് പൂർണ്ണാർത്ഥത്തിൽ കടക്കുകയാണ്. അതിനുശേഷം നാടിൻ്റെ എല്ലാവരെയും ആസ്വദിക്കുന്ന ഇലഞ്ഞിത്തറ മേളം നടക്കും. അതിനുശേഷം ഈ പറയുന്ന വർണ്ണങ്ങളുടെ കൈമാറ്റമായ കുടമാറ്റം നടക്കും. അതിനുമപ്പുറം അവസാനമാണ് ഈ പറയുന്ന എല്ലാവരും കാത്തിരിക്കുന്ന രീതിയിലുള്ള പൂര ദിവസത്തെ വെടിക്കെട്ട് എന്ന് പറയുന്നത്. അത് മറ്റന്നാൾ പുലർച്ചെ 3 മണിയോടുകൂടിയാണ് ഉണ്ടാവുക. അതിനുശേഷം ഉപചാരം ചൊല്ലിപ്പിരിയും. ആ ഉപചാരം ചൊല്ലിപ്പിരിയുന്നതോടുകൂടി അടുത്ത പൂരവർഷത്തിലേക്ക്, അടുത്തൊരു വർഷം കഴിഞ്ഞുണ്ടാകാനുള്ള പൂരത്തിലേക്കുള്ള ഓരോ പൂരപ്രേമിയുടെയും കാത്തിരിപ്പാണ് ഈ കാണുന്നത്. എന്തായാലും കഴിഞ്ഞ 30-ാം തീയതി, ഏപ്രിൽ 30-ാം തീയതി കൊടിയേറി ഇന്ന് പൂരവിളംബരം നടന്ന് നാളെയാണ് പൂരം എന്ന് പറയുന്നത്. ഇന്നലെ നടന്നിട്ടുള്ള സാമ്പിൾ വെടിക്കെട്ടിനും വലിയ ആൾക്കൂട്ടം തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. പൂരവിളംബരത്തിന് സാധാരണയിൽ കവിഞ്ഞ ആളുകളായിരുന്നു വന്നിരുന്നത്. എറണാകുളം ശിവകുമാർ, കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ എറണാകുളം ശിവകുമാറാണ് നെയ്തിലക്കാവ് അമ്മയുടെ തിടമ്പുമായിട്ട് തെക്കേ ഗോപുരനട തുറന്ന് പൂരവിളംബരം നടത്തിയത്. വലിയ ആവേശത്തോടു കൂടിയാണ് കാഴ്ചക്കാരെല്ലാവരും സ്വീകരിച്ചിരുന്നത്. എന്തായാലും ഇനിയുള്ള മണിക്കൂറുകൾ, മിനിറ്റുകൾ, സെക്കൻഡുകൾ എല്ലാം ആസ്വാദനത്തിൻ്റെതാണ്. അസിത, ശരി, ശരത് ഓങ്ങല്ലൂരാണ് വിവരങ്ങൾ നൽകിയത്.